അള്ളാഹുവിന്റെ പരീക്ഷണം. ഞാൻ ദീർഘിപ്പിക്കുകയില്ല. പറഞ്ഞാലും എഴുതിയാലും ഒടുങ്ങാത്ത രണ്ടുപേർ. പറയാനൊക്കെ ഭയങ്കര, പക്ഷെ അവനാന്റെ ജീവിതത്തിൽ ആ സ്നേഹം ഉമ്മാക്കും ബാപ്പാക്കും ഫീൽ ചെയ്യണം. പഞ്ചസാര ഇങ്ങനെ കുപ്പിന്റെ ഉള്ളിൽ വെക്കാൻ നല്ല രസമാണ്, പക്ഷെ മധുരം എന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അനുഭവപ്പെടണം, എന്റെ കുട്ടിക്കെന്നെ ഭയങ്കര ഇഷ്ട, വിളിക്കും, എന്നും വിളിക്കുന്ന വിളിയിലുണ്ടല്ലോ. ഉമ്മാനെ വിളിച്ച് ഉമ്മ എന്താ വാപ്പാന്റെ വിശേഷം എന്ന് ചോദിക്കരുത്. വാപ്പാക്ക് ഫോൺ കൊടുക്കി എന്ന് പറഞ്ഞ് വാപ്പയോട് വിശേഷങ്ങൾ ചോദിക്കണം. മക്കളില്ലാത്തത് മാത്രല്ല വാപ്പാനി ഇമ്മാനി സങ്കടം, ഉള്ള മക്കളാൽ പരിഗണിക്കപ്പെടാതെ പോകുന്നതാ. BEd പഠിച്ച സമയത്ത് ഇങ്ങനെ കൂടെ ഒരു എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അവനോ 2 വയസ്സുള്ള കുട്ടിയുണ്ട്. അവൻ പറഞ്ഞ വർത്താനം, എന്റെ കുട്ടിയെ ഒരു ദിവസം പോലും കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കൂല. പക്ഷെ നാളെ ഇതേ കുട്ടി നാളെ എന്നോട് മിണ്ടാതിരുന്നാൽ എന്റെ അവസ്ഥ എന്താവും? എങ്കിലും സ്വയം ഇങ്ങനെ ആലോചിച്ച് നോക്ക്. എന്നു മുതൽ നമുക്ക് നമ്മുടെ വാപ്പ ശത്രുവായത്? എന്നു മുതൽ നമ്മൾക്ക് വാപ്പാനെ കണ്ണ് പറ്റാതായത്? എന്നു മുതലാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വാപ്പയും ഉമ്മയും വിലങ്ങുതടിയാകാൻ തുടങ്ങിയത്? വെറുതെ ആലോചിക്കുക. എവിടെയൊക്കെയോ പരിവർത്തനങ്ങൾ ആവശ്യമില്ലേ എന്ന് ആലോചിക്കുക. ജീവിതത്തിന് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയാൽ, യാത്ര ചോദിക്കാൻ മാപ്പ് ചോദിക്കാൻ പോലും സമയം നൽകാതെ മരിച്ചുപോയാൽ, ജീവിതത്തിൽ നമ്മൾ പിന്നീട് അനുഭവിക്കാൻ പോകുന്ന ശൂന്യത, വീടിന്റെ ബർക്കത്ത് ഇങ്ങനെ പോകും. 10 മക്കളിങ്ങനെ, ഞങ്ങൾ 10 മക്കൾ ഉമ്മയുടെ ചുറ്റിൽ നിന്നാലും ആ ഒരൊറ്റ മനുഷ്യന്റെ വിടവെന്താന്ന് കുടുംബത്തിന് 6 കൊല്ലായിട്ട് അറിയാം. അങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ട് മാത്രമുള്ള വെളിച്ചമുണ്ടാകും. അണയും വരെയും അത് മനസ്സിലാകണമെന്നില്ല. നമ്മുടെ വീട്ടിലത്തെ ഓരോ പല്ലിക്കും തൊടൂലെ പുല്ലിനും ഉമ്മാനും ബാപ്പാനൊക്കെ നല്ലോണം അറിയും. നമ്മളാകുന്ന മക്കൾ എത്ര അറിഞ്ഞു എന്നുള്ളതാ വിഷയം. നമുക്ക് ഈ ലോകത്തുള്ള സകലമാന വിവരങ്ങളും കയ്യിലുണ്ട്. ഉമ്മയുടെ ഇന്നലത്തെ പനിയും ഉമ്മാക്ക് ഇന്നലെ വന്ന തലവേദനയും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഉപ്പയുടെ കടങ്ങളുടെ ഭാരക്കെട്ടുകൾ എത്രയാണ് നമ്മൾക്ക് ഇപ്പോഴും അറിയില്ല. നമ്മുടെ ഒരുപാട് ജോഡി വസ്ത്രങ്ങൾക്കിടയിൽ നിന്ന് വാപ്പ ധരിക്കുന്ന വസ്ത്രത്തിന്റെ വിലയെ താരതമ്യം ചെയ്യുക. നമ്മൾ ധരിക്കുന്ന ഒരുപാട് ജോഡി ഷൂകൾക്കിടയിൽ നിന്ന് വാപ്പ ധരിക്കുന്ന ചെരുപ്പിന്റെ വലിപ്പവും അതിന്റെ വിലയും ഒന്ന് താരതമ്യം ചെയ്യുക. അങ്ങാടിയിൽ വിയർത്തൊലിക്കുന്ന വാപ്പാക്കറിയാം 40 ഉറുപ്പിക ജ്യൂസ് കിട്ടുന്നുള്ള കാര്യം. ആ 40 രൂപക്ക് ഫ്രൂട്ട്സ് വാങ്ങി വീട്ടിലേക്ക് വാപ്പ വരുന്നതേ എന്റെ മക്കൾ, എന്റെ കുടുംബം, എന്റെ കൂടെ അവരും സന്തോഷിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാ. ആ നമ്മൾക്ക് വേണ്ടി ജീവിതത്തെ ഉരുകി ഒലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾക്കൊന്ന് ജീവിച്ചൂടെ?